ജമ്മു കാശ്മീരിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഇടപെടലെന്ന് പ്രാഥമിക വിവരം. 2 ഭീകരരാണ് വെടിയുതിർത്തത്. റിയാസിയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരർക്കായി തെരച്ചിൽ തുടങ്ങി. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. ജമ്മുകശ്മീരിൽ റിയാസിയിൽ ഇന്നലെ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നത്. ആക്രമണത്തിന് പിന്നാലെ റിയാസിയിലെ വനമേഖല കേന്ദ്രീകരിച്ച് ഭീകരർക്കായി സൈനിക നടപടി പുരോഗമിക്കുകയാണ്. തെരച്ചിലിനായി ഹെലികോപ്റ്ററും നിരീക്ഷണ ഡ്രോണുകളും വിന്യസിച്ചു. 2 ഭീകരരാണ് വെടിവയ്പ് നടത്തിയതെന്ന് റിയാസി സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു. रात से ही अपना जितने भी हमारे सस्पिशियस एलिमेंट्स उनको उठाना शुरू किया एंड ऑपरेशन हमारा मॉर्निंग से ही ये पूरा कॉम्बिंग ऑपरेशन हमारा जारी है. जितने भी एरियाज हैं इसके एडजॉइनिंग उस सब पे हमारी टीम जो है. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. ബസ്സിന് നിയന്ത്രണം തെറ്റിയതോടെ കൊക്കയിലേക്ക് പതിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് NIA സംഘവും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുകയാണ്. സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിലയിരുത്തി. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തും. ആക്രമണത്തിന് കൃത്യമായി മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. 24 ഡൽഹി.